വെൽക്കം ടു എജുബി. എൻ്റെ പേര് സുധൈ. നമ്മൾ ഫിസിക്സിൽ ലൈറ്റ് എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് ലൈറ്റിൻ്റെ പാർട്ട് 2. അപ്പോൾ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ലൈറ്റിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്തു പഠിച്ചു. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ പറ്റിയിട്ടും പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനനെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണത്തെ പറ്റിയിട്ടാണ്. അതാണ് മിറേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മിററുകൾ അഥവാ നമ്മുടെ കണ്ണാടി. അപ്പോൾ മിറർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്ലെയിൻ സർഫസുകളാണ് എന്ത് മിററുകൾ എന്ന് പറയുന്നത് അല്ലേ. സർഫസസ് ദാറ്റ് റിഫ്ലക്ട് ഓൾമോസ്റ്റ് ഓൾ ഇൻസിഡൻറ്റ് ലൈറ്റ്. അതിലേക്ക് വരുന്ന ലൈറ്റിനെ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്ന വസ്തുക്കളാണ് എന്ത് മിററുകളെന്ന് പറയുന്നത്. ഈ മിററുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് പ്ലെയിൻ മിററുകളെന്നും മറ്റൊന്ന് സ്പെറിക്കൽ മിററുകളെന്നും. ഓക്കെ, ഇതൊക്കെയാണ് പ്ലെയിൻ മിററും സ്പെറിക്കൽ മിററുമാണ് രണ്ട് ടൈപ്പ് മിറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഓക്കെ, നമ്മൾ ഈ പറയുന്ന മിററുകളെ പറ്റി പഠിക്കുന്ന സമയമുണ്ടല്ലോ, ഈ മിററുകളെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു 3 കമ്പോണൻറ്റുകളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. മിററുകളെ പറ്റി പറയുമ്പോൾ ഒന്ന് നമ്മുടെ മിറർ, 2 അതിലേക്ക് നമ്മൾ വയ്ക്കുന്ന ഒബ്ജക്റ്റ്, 2 അവിടെ ഫോം ചെയ്യുന്ന ഇമേജ്. അപ്പോൾ ഒബ്ജക്റ്റിനെ പറ്റി നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അല്ലേ. ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തിനെയാണോ ഇമേജ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ. മിററുകൾ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്ലെയിനും സ്പെറിക്കലും. അപ്പോൾ ഇമേജിന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് സ്പെറിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ മിറേഴ്സുകളെ പറ്റി പഠിക്കുമ്പോൾ ഇമേജുകൾ 2 ടൈപ്പാണുള്ളത്. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിയൽ ഇമേജും മറ്റൊന്ന് വെർച്വൽ ഇമേജും. ഓക്കെ, അപ്പോൾ ഇമേജ് എത്ര ടൈപ്പുണ്ട്? 2 ടൈപ്പാണുള്ളത്. ഒന്ന് റിയൽ ഇമേജും മറ്റൊന്ന് വെർച്വൽ ഇമേജും. സോ എന്താണ് റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ? ഒരു ഒബ്ജക്റ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ്, ഒരു ഒബ്ജക്റ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് കണ്ണാടിയിൽ തട്ടുന്നു, തട്ടിയതിന് ശേഷം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ലൈറ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്ന് ആക്ച്വലായി മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഇമേജാണ് റിയൽ ഇമേജ്. എന്തുവാ പറഞ്ഞത്? ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്. വരുന്ന ലൈറ്റ് മിററിൽ തട്ടുന്നു, തട്ടിയതിന് ശേഷം ആക്ച്വലി അത് വന്ന് മീറ്റ് ചെയ്താൽ അവിടെ ഉണ്ടാവുന്നതാണ് റിയൽ ഇമേജ്. അപ്പോൾ എന്തുമായിരിക്കും വെർച്വൽ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് താഴെ കിടക്കുന്നു, ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്, പക്ഷേ വരുന്ന ലൈറ്റ് ഒരു കാരണവശാലും പരസ്പരം മീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ കണ്ണുകൾക്ക് തോന്നും ഈ പറയുന്ന ലൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് വരുന്നതാണ്. അതായത് നമുക്ക് പറയുന്നത് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി കമ്മിങ് ഫ്രം എ പോയിന്റ് അല്ലേ. ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് വെർച്വൽ. യഥാർത്ഥത്തിൽ മീറ്റ് ചെയ്താൽ അത് റിയൽ. മനസ്സിലാവുന്നുണ്ടോ? 2 ടൈപ്പ് ഇമേജും ഉണ്ട്. സിമ്പിളായിട്ട് പറയാം. നമ്മൾ സാധാ കണ്ണാടി ഉണ്ടല്ലോ, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി. ഈ മുഖം നോക്കുന്ന കണ്ണാടി നമ്മൾ പോയി നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരാൾ അകത്തിരിക്കുന്നതാണ്. കണ്ണാടിക്ക് അകത്ത് മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ അകത്ത് മാത്രമേ കാണുകയുള്ളൂ എങ്കിൽ അത് വെർച്വൽ. എന്നാൽ കണ്ണാടിക്ക് പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ക്രീന് കൊണ്ടുവന്ന് വെച്ച് നമുക്കത് പതിപ്പിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് റിയൽ. ഇത് രണ്ടും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് കണ്ടെത്താൻ വലിയ പാടൊന്നുമില്ല. ലൈറ്റ് റേ റിഫ്ലക്ഷന് ശേഷം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിയൽ. ഇങ്ങനെ മീറ്റ് ചെയ്യാതെ ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വന്നാൽ അതാണ് എന്ത് വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്യുന്നു. പ്ലെയിൻ മിറർ. ഏത് മിററാണോ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരു പ്ലെയിൻ ആണെങ്കിൽ, ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ആ കണ്ണാടി നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് പ്ലെയിൻ മിറർ. ഒരു മിറർ നമ്മളെടുത്താൽ നമുക്കറിയാം അതിനകത്ത് 2 ഭാഗമുണ്ട് അല്ലേ. ഒന്ന് നമ്മുടെ മുഖം നോക്കുന്ന ഭാഗവും മറ്റൊന്ന് അതിൻ്റെ ബാക്ക് സൈഡും. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലൈൻ കൊടുത്തേക്കുന്നത്. ഏത് സൈഡിലാണോ നമ്മളിങ്ങനെ ലൈൻ കൊടുത്തേക്കുന്നത് അതെന്താണ് റഫായിട്ടുള്ള സൈഡാണ്. അതായത് അവിടെ റിഫ്ലക്റ്റ് ചെയ്യൂല. അപ്പോൾ ഈ കണ്ണാടി സംബന്ധിച്ചിടത്തോളം ഇതാണ് എന്ത് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൈഡ്, ഇതാണെന്ത് നോൺ റിഫ്ലക്റ്റിംഗ് സൈഡ് എന്ന് പറയും. അപ്പോൾ എന്താണ് പ്ലെയിൻ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് എന്ന് വെച്ചാൽ സ്മൂത്ത് ആയിരിക്കും, ഹൈലി പോളിഷ് ആയിരിക്കും, അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണെന്ത് പ്ലെയിൻ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലെയിൻ മിറർ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ പ്ലെയിൻ മിററിനകത്ത് ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് പല എക്സാമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ റേ ഡയഗ്രം ഒന്നും കണ്ട് പേടിക്കണ്ട. ഈ റേ ഡയഗ്രം വരയ്ക്കാനൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഒബ്ജക്റ്റ് ഇമേജിൻ്റെ
ഇമേജിൻ്റെ എന്താണ് പ്രോപ്പർട്ടീസ് ചോദിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചുമൊക്കെ ചോദിക്കും. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കണമെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് കണ്ടങ്ങ് പഠിക്കണം. സോ ഇവിടെ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. നിങ്ങളാണെന്ന് വിചാരിക്കുക, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇതാണ് നിങ്ങളുടെ മുന്നേ ഇരിക്കുന്ന കണ്ണാടി. ഇതാണ് റിഫ്ലക്റ്റിംഗ് സൈഡ്. ഓക്കെ, ഇവിടെ സർഫസ്, ഇത് റിഫ്ലക്റ്റിംഗ് സൈഡ്. ഈ പറയുന്ന ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ വരുന്നു. നമ്മൾ ലൈറ്റ് പാർട്ടിക്കിൾ നേച്ചർ പഠിച്ചപ്പോൾ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ലൈറ്റ് എന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുള്ളൂ. ഇനി ഈ വരയ്ക്കുന്ന റേസിനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ലൈറ്റ് റേയുടെ റെപ്രസെൻറ്റേഷനാണ് ഈ കാണുന്ന വരകൾ. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരു ലൈറ്റ് റേ നേരെ ഇങ്ങോട്ട് വന്ന് തട്ടി. ഓക്കെ, ഇതാണ് സർഫസ്. ഇതാണ് സർഫസിലേക്ക് നമ്മൾ വരച്ച നോർമൽ അല്ലേ. ഈ പറയുന്ന ലൈറ്റ് നോക്കിയേ, കറക്റ്റ് നോർമലിന് നേരെയല്ലേ വരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ലൈറ്റ് എന്ത് ചെയ്യാണ്, കറക്റ്റ് സർഫസിന് നേരെ നോർമൽ അക്രോസ് ആയിട്ടാണ് വന്നത്. ഒരു ലൈറ്റ് റേ നോർമലിന് നേരെ വന്നാൽ അതെന്ത് ചെയ്യും, അതേ പാത്തിൽ തന്നെ തിരിച്ചു. ഒരു ലൈറ്റ് റേ നോർമലിന് നേരെ വന്നാൽ എന്ത് ചെയ്യും, അത് അതേ പാത്തിൽ തന്നെ തിരിച്ചു പോകും. ഇവിടെ അത് സംഭവിച്ചു. ലൈറ്റ് റേ വന്നു, അതേ പാത്തിൽ തിരിച്ചു. അതാണ് ഈ ആരോ മാർക്കും ഈ ആരോ മാർക്കും. അടുത്ത് മറ്റൊരു ലൈറ്റ് റേ വരുന്നു, ഇങ്ങനെ വന്ന് തട്ടി. ഓക്കെ, സർഫസിന് ഒരു ഗിവൺ ആംഗിളിൽ വന്ന് ലൈറ്റ് റേ തട്ടിയാൽ, സർഫസിന് ഒരു ഗിവൺ ആംഗിൾ ലൈറ്റ് തട്ടിയാൽ അതേ ആംഗിൾ തിരിച്ചു പോകും. ഈ ഐയും ഈ ആറും ഈക്വൽ ആയിരിക്കും. നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷനെ പഠിച്ചു. ഇവിടെ അത് തന്നെ നടക്കും. ഇത് ഐ, ഇത് ആർ വരുന്നു, അതേ ആംഗിൾ തിരിച്ചു പോകുന്നു. രണ്ട് ലൈറ്റ് റേയും ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നില്ല, അവർ മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ എന്തുണ്ടാവില്ല, റിയൽ ഇമേജ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും തോന്നും, കണ്ണാടിക്കകത്ത് നോക്കി ഈ വന്ന ലൈറ്റ് റേ നമ്മൾ എന്ത് ചെയ്യാണ്, പുറകിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ. വന്ന ലൈറ്റ് റേ നമ്മൾ എന്ത് ചെയ്യാണ്, പുറകിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കണ്ണാടിക്കകത്ത് നമ്മളെപ്പോലെ ഒരാൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് മിററിനകത്തൊരു ഇമേജ് കിട്ടി. ഒന്നാമത്തെ പോയിന്റ്, ഈ ഇമേജ് റേസ് ആക്ച്വലി മീറ്റ് ചെയ്ത് കിട്ടിയതാണോ? അല്ല. ആക്ച്വലി മീറ്റ് ചെയ്യാതെ കിട്ടുന്ന ഇമേജുകൾ വിളിക്കുന്ന പേരാണ് എന്ത് ഇമേജ്, വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ്. അപ്പോൾ ഒരു പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജ് എപ്പോഴും എന്തായിരിക്കും, വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇനി ഇത് ഒബ്ജക്റ്റ് നേരെ നിൽക്കുന്നു, ഇമേജ് നേരെ നിൽക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇറക്റ്റ്. എന്തുവാണ്, ഇറക്റ്റ്. അപ്പോൾ എന്താണ്, 2 പോയിന്റ് കിട്ടി. ഒന്ന്, പ്ലെയിൻ മിറർ ഫോം ചെയ്യുന്ന ഇമേജുകൾ എപ്പോഴും വെർച്വൽ ആയിരിക്കും, അത് ഇറക്റ്റ് ആയിരിക്കും. ഇവിടെ നോക്കിയോ, ഒബ്ജക്റ്റിൽ നിന്ന് കണ്ണാടി വരെയുള്ള ദൂരവും കണ്ണാടിയിൽ നിന്ന് ഇമേജ് വരെയുള്ള ദൂരവും, ഒബ്ജക്റ്റും തൊട്ട് കണ്ണാടി വരെയുള്ള ദൂരത്തെ നമ്മൾ യു എന്നാണ് വിളിക്കുന്നത്, ഇമേജ് തൊട്ട് നമ്മൾ കണ്ണാടി വരെയുള്ള ദൂരത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്, വി എന്നാണ് വിളിക്കുന്നത്. ഇത് എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ടേ നമ്മൾ കണ്ണാടിക്ക് അടുത്തോട്ട് പോയാൽ കണ്ണാടിക്കകത്ത് കാണുന്ന ഇമേജ് നമ്മുടെ അടുത്തോട്ട് വരും. നമ്മൾ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണാടിക്കകത്തുള്ള ഇമേജും പുറകിലോട്ട് പോകും. സെയിം ലോജിക്ക്. അത് എപ്പോഴും യുവും വിയും ഈക്വൽ ആയിരിക്കും. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ എന്താ പറഞ്ഞത്, ഒന്ന് ഒരു പ്ലെയിൻ മിററിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആക്ച്വലി മീറ്റ് ചെയ്യത്തില്ല. സോ നമുക്ക് പറയാൻ പറ്റും അവരെപ്പോഴും എന്തായിരിക്കും, വെർച്വൽ ആയിരിക്കും. ഒബ്ജക്റ്റ് നേരെയാണെങ്കിൽ ഇമേജ് നേരെ, അപ്പോൾ എന്തായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റ് നിൽക്കുന്ന ദൂരവും ഇമേജ് നിൽക്കുന്ന ദൂരവും സെയിം ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, യു ഈസ് ഈക്വൽ ടു വി, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും. ഇതല്ലാതെ മറ്റൊരു പ്രോപ്പർട്ടിയും കൂടി കാണിക്കുക. അതിൻ്റെ പേരാണ് ഇമ്പോർട്ടൻ്റ്, ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കും. എന്ത് കാണിക്കും, ലാറ്ററൽ ഇൻവേർഷൻ. അപ്പോൾ എന്താണ് ലാറ്ററൽ ഇൻവേർഷൻ? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ആംബുലൻസിൻ്റെ മുമ്പിൽ അല്ലേ, നമ്മൾ ഈ ആംബുലൻസിൻ്റെ മുമ്പിൽ ആംബുലൻസ് തലതിരിച്ച് എഴുതിയേക്കും അല്ലേ, ആൾക്കാരെ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഫ്രണ്ടേ പോകുന്ന വണ്ടിയുടെ ഗ്ലാസ് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കാണാം. അതുപോലെ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ വലുത് എന്തായിട്ട് കാണും, ഇടതായിട്ട് കാണും അല്ലേ. നമ്മുടെ വലത് കണ്ണാടി കാണുന്ന ഇമേജിൻ്റെ ഇടത്, നമ്മുടെ ഇടത് കണ്ണാടി കാണുന്നതിൻ്റെ വലത്. അപ്പോൾ ഈ വലതും ഇടതും മാറി വരുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്, ലാറ്ററൽ ഇൻവേർഷൻ. ഇതാണ് ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ, നമ്മൾ ഈ പറഞ്ഞ പ്ലെയിൻ മിററിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് പ്ലെയിൻ മിററിൻ്റെ പ്രോപ്പർട്ടീസ്? 1 വെർച്വൽ, 2 ഇറക്റ്റ്,
ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം, ലാറ്റർ ഇൻവേർഷൻ കാണിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് എന്ത് പ്ലെയിൻ മിററിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, ദേ ആർ വെർച്വൽ, ദേ ആർ ഇറക്റ്റ്, ലാറ്ററലി ഇൻവേർട്ടഡ്. ഇനി ഈ പറഞ്ഞ പോയിന്റ് അതുകൂടി പറയാം. ഓക്കെ, ഒരു പോയിന്റ് കൂടി ഇവിടെ നിങ്ങൾ ആഡ് ചെയ്തോളണം. എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇമേജ് ഡിസ്റ്റൻസ്. അതല്ലാതെ ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. എന്താണ്? നോക്കിയേ, ദേ ഹാവ് എ മാഗ്നിഫിക്കേഷൻ ഓഫ് യൂണിറ്റി എന്ന് വെച്ചാൽ നമ്മളുടെ വലിപ്പം എത്ര തന്നെ ആയിരിക്കുമോ അത്ര തന്നെ ആയിരിക്കും ഇമേജിൻ്റെ വലിപ്പം. അതായത് ഞാൻ ഒരു കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ എന്നെ പോലത്തെ ഒരാളായിരിക്കും നമ്മളിവിടെ കാണുന്നത്, കണ്ണാടിക്ക് അകത്തും കാണുന്നത്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്നിഫിക്കേഷൻ ഓഫ് യൂണിറ്റി. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സിലോ മിക്കവാറും എന്ത് ചെയ്യും, നമ്മൾ മാഗ്നിഫിക്കേഷൻ പഠിക്കും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പോൾ മനസ്സിലാക്കുക, ഒരു പ്ലെയിൻ മിററിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നായിരിക്കും, അതായത് യൂണിറ്റി ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പ്ലെയിൻ മിററിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലോട്ട് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറർ കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, വാട്ട് ഈസ് സ്പെറിക്കൽ മിറർ? സ്പെറിക്കൽ എന്ന് കേൾക്കുന്നൊക്കെ അറിയാം, സ്പിയർ അല്ലേ? എന്തുവാണ്? ഒരു വൃത്തം. ഓക്കെ, എന്തുവാണ്? ഒരു വൃത്തം. അതാണെന്ത് ഒരു സ്പിയർ എന്ന് പറയുന്നത്. ഏതാണ്ട് ഒരു സ്പിയർ ആയിട്ടില്ലേ? ഇവിടെ കുറച്ച് മോശമായിരുന്നു അല്ലേ? ഞാൻ ഒന്നുകൂടി കറക്റ്റ് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തുവാണ്? സ്പെറിക്കൽ മിറേഴ്സ്. സ്പെറിക്കൽ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു സ്പിയറാണെന്ന് വിചാരിക്കുക, ഒരു വൃത്തം. അപ്പോൾ ഒരു സ്പിയറിൽ നിന്ന് നമ്മൾ രണ്ട് ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി. ഒരു സ്പിയറിൽ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഇത് ഒന്നാമത്തെ ഭാഗം, ഇത് രണ്ടാമത്തെ ഭാഗം. ഇതിന് നമ്മളതിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്തു? പോളിഷ് ചെയ്തു. ഒരു സൈഡ് എന്ത് ചെയ്തു? പോളിഷ് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡ് പോളിഷ് ചെയ്തു, ഇവിടെ റഫാക്കി വെച്ചേക്കുക. ഓക്കെ, അതുപോലെ ഇതിനകത്ത് തിരിച്ച് എന്ത് ചെയ്തു? ഈ അകത്തെ വശം പോളിഷ് ചെയ്തു, പുറത്തെ വശം എന്താക്കി വെച്ചേക്കുകയാണ്? റഫാക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഒരു വലിയ ട്രാൻസ്പാരൻറ്റ് സ്പിയർ, അതിൽ നിന്ന് രണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഒരു ഭാഗത്ത് ഞാൻ അകത്ത് പോളിഷ് ചെയ്തു, ഒരു ഭാഗത്ത് ഞാൻ പുറത്ത് പോളിഷ് ചെയ്തു. അപ്പോൾ എനിക്ക് രണ്ട് പാർട്ട് കിട്ടി. അതിൽ ഒന്നാമത്തെ പാർട്ട് ഞാൻ നോക്കിയപ്പോൾ അതാ ഈ പാർട്ടാണ്, ഇതാ ഇങ്ങനെ ഇരിക്കുന്നു. ഒന്നാമത്തെ പാർട്ട് നമ്മൾ നോക്കിയപ്പോൾ ഇതാ ഇരിക്കുന്നു. എന്തുവാണത്? ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അകത്തെ ഭാഗം റിഫ്ലക്റ്റ് ചെയ്യും. അടുത്ത് ഇപ്പുറത്തെ ഭാഗം എടുത്ത് നോക്കിയപ്പോൾ എന്ത് പറ്റി? പുറത്തോട്ട് വളഞ്ഞിരിക്കുന്നു. അകത്തെ ഭാഗം എന്താണ്? റിഫ്ലക്റ്റ്. സോ ഏതൊരു മിററാണോ വിച്ച് ഈസ് പാർട്ട് ഓഫ് എ സ്പിയർ, ഓക്കെ, എന്താണ്? ഒരു സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തൊരു ഭാഗം എന്ന രീതിയിൽ തോന്നിക്കുന്ന മിററുകളെ വിളിക്കുന്ന പേരാണെന്ത്? സ്പെറിക്കൽ മിറേഴ്സ്. അപ്പോൾ എന്താണ് സ്പെറിക്കൽ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, എ മിറർ ഹൂസ് പോളിഷ്ഡ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് പാർട്ട് ഓഫ് എ ഹോളോ സ്പിയർ ഈസ് കോൾഡ് എ സ്പെറിക്കൽ മിറർ. ഈ സ്പെറിക്കൽ മിറർ രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഇതുപോലെ അകത്തോട്ട് വളഞ്ഞിരിക്കുന്ന സ്പെറിക്കൽ മിറർ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ. പുറത്തോട്ട് വളഞ്ഞിരിക്കുന്ന മിററിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോൺവെക്സ് മിറർ. അപ്പോൾ സ്പെറിക്കൽ മിറേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. കോൺകേവ് മിററും ഉണ്ട്, കോൺവെക്സ് മിററും ഉണ്ട്. ടിപ്പണിങ് എപ്പോൾ നേച്ചർ നമുക്ക് എത്ര തിരിക്കാൻ പറ്റും? കോൺകേവ് ആയിട്ട് തിരിക്കാൻ പറ്റും, കോൺവെക്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോക്കാം കോൺകേവും കോൺവെക്സും. ഓക്കെ, കോൺകേവും കോൺവെക്സും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് ഒരു കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊരു മിററാണോ അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് അകത്തേക്ക്, ഓക്കെ, എന്താണ് ഈ പറയുന്ന റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ത് ചെയ്തേക്കാണ്? അകത്തേക്ക് ബെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ടുവേർഡ്സ് ദ സെൻറ്റർ, ദ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ത് ചെയ്യുന്നു? ഈസ് എന്താണ്? അകത്തേക്ക് അല്ലേ, അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. ഓക്കെ, കോൺകേവ് മിറർ സ്പെറിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ. അതായത് ഈ കാണുന്ന റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലേ, ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. ഇതാണ് പോളിഷ് സർഫസ്. ഇത് എങ്ങോട്ടിരിക്കുകയാണ്? അകത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ അതാണ് എന്ത്? കോൺകേവ്. പുറത്തോട്ടിരിക്കുകയാണെങ്കിൽ അത് കോൺവെക്സ്. അപ്പോൾ കോൺകേവ് ആയാലും ശരി കോൺവെക്സ് ആയാലും ശരി അതിനകത്ത് കുറച്ച് നെയിമുകളെ പറ്റി നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഒരു സ്പെറിക്കൽ മിറർ നമ്മൾ എടുത്തു. നമ്മളൊരു സ്പെറിക്കൽ മിറർ എടുത്തു. ഈ സ്പെറിക്കൽ മിററിനകത്ത് ഒരു സ്പിയർ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു. ഈ സ്പിയറിനൊരു സെൻറ്റർ പോയിന്റ് ഉണ്ടാവുമല്ലോ. ആ സ്പിയറിൻ്റെ സെൻറ്റർ പോയിന്റ് വിളിക്കുന്ന പേരാണ് സി. എന്തുവാണ്? സി. പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സി അഥവാ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഒരു മിറർ നമ്മൾ എടുത്തല്ലോ, ഈ മിററിനൊരു സെൻറ്റർ പോയിന്റ് ഉണ്ടാവുമല്ലോ.
ആ മിററിൻ്റെ സെൻറ്റർ പോയിന്റ് വിളിക്കുന്ന പേരാണ് എന്ത്? പി അഥവാ പോൾ. അപ്പോൾ സർക്കിള് നിന്നും അല്ലെങ്കിൽ സ്പിയറിൽ നിന്നും നമ്മളൊരു പാർട്ട് കട്ട് ചെയ്തെടുത്തു. ആ കട്ട് ചെയ്തെടുത്ത പാർട്ട്, ആ പാർട്ടിന് ഒരു സെൻറ്റർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് പോള്. എന്നാൽ മിററിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേര് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം ഞാൻ എക്സ് എന്നിട്ടു വൈ എന്നിട്ടു. ഇതിനെ നമ്മൾ അപ്പർച്ചർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അപ്പർച്ചർ. എന്ത് വിളിക്കും? അപ്പർച്ചർ. അപ്പോൾ ഒന്നുകൂടെ, മിററിനൊരു സെൻറ്റർ പോയിന്റ് ഉണ്ടോ? ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് പോള്. സർക്കിൾ അല്ലെ സ്പിയറിന് സെൻറ്റർ പോയിന്റ് ഉണ്ടോ? ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേര് അപ്പർച്ചർ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോളിനെയും സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും ചേർത്ത് വരയ്ക്കുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. എന്ത് വിളിക്കും? പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഒരു സ്പെറിക്കൽ മിററിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി. എന്തൊക്കെയാണത്? നമുക്ക് ഓരോന്നായിട്ട് ഒന്നുകൂടി നോക്കാം. നോക്കിയോ? ഫസ്റ്റ് ദേ കിടക്കുന്നു. എന്തുവാണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ സ്പിയറിൻ്റെ അല്ലെ, സ്പിയർ എന്തായിരുന്നു? ഒരു സർക്കിളിൻ്റെ പാർട്ടായിരുന്നു. ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് എന്ത്? സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ പറയുന്ന സ്പിയറിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. സോറി, പ്രിൻസിപ്പൽ ആക്സിസ് അല്ല, പോള് പി. ഇതാ ഇവിടെ കിടക്കുന്നു പി. ഇത് രണ്ടിനും കൂടി ചേർത്ത് വരച്ച ലൈനാണ് എന്ത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഫോക്കൽ ലെങ്ത് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. അടുത്തിലോട്ട് പോവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ നോക്കി. സെൻറ്റർ ഓഫ് കർവേച്ചർ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ സ്പെറിക്കൽ മിറർ ഫോംസ് എ പാർട്ട്. ഓക്കെ അല്ലേ? റേഡിയസ് ഓഫ് കർവേച്ചർ പറയാൻ പറ്റുമോ? അല്ലേ? ഒന്നുമില്ല. നോക്കിയോ, ഇതാണ് മിറർ, ഇതാണ് അതിൻ്റെ സർക്കിൾ, ഇമാജിനറി ആണ്. അതിൻ്റെ സെൻറ്റർ പോയിന്റ് സി, ഈ പോയിന്റ് പി. ഇത് രണ്ടും കൂടി ചേർത്ത് വരച്ച ലൈൻ പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റേഡിയസ് ഓഫ് കർവേച്ചർ? റേഡിയസ് എന്ന് വെച്ചാൽ എന്താ? സർക്കിളിലെ ഒരു പോയിന്റ് സെൻറ്റർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു ദൂരം, ഇതാണ് എന്താ? റേഡിയസ് എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൂരമാണ് എന്ത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ദ എന്താണ്? റേഡിയസ് ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ലീനിയർ അപ്പർച്ചർ? പറഞ്ഞു. എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എക്സ്ട്രീം പോയിന്റ്സ് ഓൺ ദ പെരിഫറി ഓഫ് ദ മിറർ. ഞാൻ പറഞ്ഞു, ഒരു മിറർ നമ്മളെടുത്താൽ അതിൻ്റെ അറ്റം, രണ്ട് എൻഡുകൾ തമ്മിലുള്ള ദൂരത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ പറയുന്ന ലീനിയർ അപ്പർച്ചർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, പോള്. എന്താണ് പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് പോയിന്റ് ഓഫ് ദ അപ്പർച്ചർ ഓഫ് ദ സ്പെറിക്കൽ മിറർ. അല്ലേ? നമ്മളൊരു സ്പെറിക്കൽ മിറർ എടുത്താൽ അതിൻ്റെ സെൻറ്റർ, അതിനെ വിളിക്കുന്ന പേര് പോള്. പ്രൈമറി ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ ആക്സിസ് തന്നെയാണ്. അതിനാണ് എന്ത് വിളിക്കുന്നത്? പ്രൈമറി ആക്സിസ്. പ്രൈമറിയുടെ പ്രിൻസിപ്പൽ ഞാൻ എന്താ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ എന്തുവാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ? എന്തുവാണ്? ഈ പറയുന്ന സെൻറ്റർ ഓഫ് കർവേച്ചറിനെയും പോളിനെയും തമ്മിൽ വരയ്ക്കുന്നതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇതല്ലാതെ നമ്മൾ വരച്ചാൽ, ഏതെങ്കിലും ഒരു ലൈൻ വരച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്കൻഡറി ആക്സിസ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഞാനൊന്ന് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓക്കെ. ഒരു വരയ്ക്കാനുള്ള സ്ഥലം എടുത്തു. ഓക്കെ. ഇതാ നോക്കിക്കോ. സ്പെറിക്കൽ മിറർ. സ്പെറിക്കൽ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ വിച്ച് ഈസ് പാർട്ട് ഓഫ് എ സ്പിയർ. അതിൽ നമ്മളൊരു ഭാഗം കട്ട് ചെയ്തെടുത്തു. ആ കട്ട് ചെയ്തെടുത്ത ഭാഗം ഇങ്ങനെ ഇരിക്കും. ഓക്കെ. അകത്തോട്ട് വളഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ വിളിച്ച പേര് കോൺകേവ്. അതിനൊരു സെൻറ്റർ പോയിന്റ് ഉണ്ട്, സെൻറ്റർ ഓഫ് കർവേച്ചർ. മിററിനൊരു സെൻറ്റർ പോയിന്റ് ഉണ്ട്, അതിൻ്റെ പേര് പോള്. രണ്ടും കൂടെ ചേർത്ത് വരച്ച ലൈൻ്റെ പേര് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ ആണോ? രണ്ടും കൂടെ ചേർത്ത് വരച്ച ലൈൻ്റെ പേര് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പോയിന്റ് തമ്മിലുള്ള ദൂരം ഇതാണ് എന്ത്? അപ്പർച്ചർ. എന്താണ്? അപ്പർച്ചർ. അപ്പർച്ചറുടെ സെൻറ്റർ പോൾ. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആണ്, ഒരു മിററിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് വരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതാണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ വേറൊരു മീനിങ് ആണ് എന്ത് ഇവിടെ വരുന്നത്? ലൈറ്റ് റേ മിററിലോട്ട് വന്ന് വീഴുന്നു. ലൈറ്റ് റേ എന്ത് ചെയ്യുന്നു? മിററിലോട്ട് വന്ന് വീഴുന്നു. ഈ വീഴുന്ന ലൈറ്റ് റേസ് എല്ലാം കൃത്യം ഒരു പോയിന്റിലേക്ക് വന്ന് ഫോക്കസ് ചെയ്യും. കൃത്യം ഒരു പോയിന്റിലേക്ക് വന്ന് ഫോക്കസ് ചെയ്യും. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഈ വരുന്ന ലൈറ്റ് റേസ് എല്ലാം ആർക്ക് പാരലായിരിക്കണം? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിരിക്കണം. അപ്പോൾ എന്താ പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായി വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ് ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. ദ ലൈറ്റ് റേസ് വിച്ച് ആർ parallel to the principal axis of a concave mirror converge at a specific point on the principal axis of reflection. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? എഫ് എന്ന ലെറ്റർ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യും.
അതായത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു, റേസ് വരുന്നു, തട്ടുന്നു, ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യുന്നു, തട്ടുന്നു, ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യുന്നു. ഇത് ആ പോയിന്റ് മീറ്റ് ആയില്ലല്ലേ? തട്ടുന്നു, ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യുന്നു. ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫോക്കസ്. അത് വിളിക്കുന്ന പേരാണെന്ത്? ഫോക്കസ്. ഓക്കെ, അപ്പോൾ അതാണ് എന്താ ഫോക്കസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. ഇനി എന്താണ് ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ? ഈ ഫോക്കസ് അത് തൊട്ട് ഈ കാണുന്ന പോയിന്റ് ഇതുവരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത് എന്ന് വിളിക്കും, സ്മോൾ ലെറ്റർ എഫ്. അതാണെന്ത്? ഫോക്കൽ ലെങ്ത് അഥവാ സ്മോൾ ലെറ്റർ എഫ്. ഓക്കെ ആണല്ലോ? വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ, സിമ്പിളല്ലേ? നെക്സ്റ്റ്, കോൺവെക്സ് മിറർ. എന്താണ് കോൺവെക്സ് മിററിനകത്തുള്ള ഫോക്കസിനകത്ത് വരുന്ന വ്യത്യാസം? ഓക്കെ, മിററുകൾ 2 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണത്? കോൺകേവും കോൺവെക്സും. കോൺകേവ് മിററിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഇത് ഇങ്ങനെ വരയ്ക്കുന്നതാണ് കോൺകേവ് അല്ലേ? റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തോട്ടിരിക്കും. അപ്പോൾ ഇവിടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, എന്താണ്? വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ അകത്തോട്ട് വരും, റിഫ്ലക്ഷൻ അകത്തോട്ട് വരും, റിഫ്ലക്ഷൻ അകത്തോട്ട് വരും. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ആര്? കോൺവെക്സ് മിറർ. അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മുടെ സ്പൂണിൻ്റെ പുറകു വശം. അപ്പോൾ ഇവിടെ നിന്നാണ് ലൈറ്റ് റേസ് വരുന്നത്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണെന്ത്? പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, കോൺവെക്സ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഇവിടെ ആയിരിക്കുമോ അതോ ഇവിടെ ആയിരിക്കുമോ? നിങ്ങൾ പറ. കോൺവെക്സ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ അപ്പുറത്തായിരിക്കും ഇപ്പുറത്തായിരിക്കുമോ? എവിടെ ആയിരിക്കും? അപ്പുറത്തായിരിക്കും. കാരണം എന്താ? സ്പിയറിൻ്റെ പാർട്ടല്ലേ. അപ്പോൾ ഈ പറയുന്നതിൻ്റെ സ്പിയർ ഇപ്പുറത്തായിരിക്കൂലേ? അപ്പോൾ ഇവിടെയാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ലൈറ്റ് റേസ് വരുന്നു, തട്ടും. തട്ടിയതിന് ശേഷം അത് ഇതെന്താണ്? ഒന്നുകൂടി കോൺവെക്സ് മിററാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് പറയാം. അപ്പോൾ ഇതാണ് കോൺവെക്സ്. ഇതാണ് കോൺവെക്സിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇവിടെ ആയിട്ട് വരും. ഇത് പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയുന്നത് ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ മീറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് പറ്റും? അത് ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അപ്പോൾ ബാക്കിലോട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് വന്ന് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോക്കസ്. അപ്പോൾ വ്യത്യാസം എന്താ? കോൺകേവിനകത്ത് ഉണ്ടായിരുന്നത് റിയൽ ഫോക്കസ് ആണെങ്കിൽ കോൺവെക്സിനകത്ത് ഉണ്ടാകുന്നത് എന്താണ്? വെർച്വൽ ഫോക്കസ് ആണ്. എന്തുവാണ്? വെർച്വൽ ഫോക്കസ് ആണ്. അപ്പോൾ നോക്കിക്കോ, കോൺവെക്സ് മിററിനകത്ത് എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? വളഞ്ഞിരിക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന കോൺവെക്സ് മിററിനകത്തുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പിയേഴ്സ് ടു ബി കമ്മിങ് ഫ്രം എ പോയിന്റ്. അതാണ് എന്ത്? പ്രിൻസിപ്പളിൻ്റെ അല്ല, കോൺവെക്സിൻ്റെ എന്തെന്ന് പറയുന്നത്? ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം, കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ. കോൺകേവ് മിറർ അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. കോൺകേവ് മിറർ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. ഒന്നുകൂടെ, കോൺകേവ് മിറർ അകത്തേക്ക് വളഞ്ഞിരിക്കുന്നു. കോൺവെക്സ് മിറർ പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നു. ഓക്കെ ആണല്ലോ? കോൺകേവിലെ ഇതാ പോകുന്നു, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇത് പോള്. തിരിച്ച് അല്ലേ, ഇവിടെ എന്താണ്? അകത്താണ് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇവിടെയാണ് എന്ത്? പോൾ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഫോക്കസ് കിട്ടാനുള്ള കണ്ടീഷൻ എന്താ? റേസ് കമ്മിങ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ്. Rays coming parallel to principal axis after reflection converge at a point, and that point is called the principal focus of a concave mirror. തിരിച്ച് rays coming parallel to the principal axis after reflection എന്ത് ചെയ്യും? ഡൈവേർജസ്. അവിടെ കൺവേർജ് എന്ന് പറഞ്ഞു, ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? ഡൈവേർജ് എന്ന് പറഞ്ഞു. ഈ ഡൈവേർജ് ചെയ്ത് പോകുന്ന റേസിനെ ഞാൻ എന്ത് ചെയ്യാണ്? ബാക്കിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി കമ്മിങ് ഫ്രം എ പോയിന്റ്, ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ. അപ്പോൾ എന്താണ്? കോൺവെക്സ് മിററിനകത്ത് ഫോക്കസ് ലൈസ് ബിഹൈൻഡ് ദ മിറർ അല്ലേ, കണ്ണാടിയുടെ പുറകിലായിട്ട് കാണുന്നു. കോൺകേവ് മിററാണെങ്കിൽ ഫോക്കസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, കണ്ണാടിക്ക് മുന്നേ ആയിട്ട് കാണും. നമ്മളെ കോൺവെക്സ് മിററിനകത്ത് എന്താണ്? വെർച്വൽ ഫോക്കസ് ആണ്. കോൺകേവിനകത്ത് എന്താണത്? റിയൽ ഫോക്കസ് ആണ്. ചോദ്യം ഇവിടെ നിന്നും വരാം. ഓക്കെ അല്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ടോപ്പിക് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അധികം സ്പീഡ് എടുക്കാതെ പറഞ്ഞ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺകേവും കോൺവെക്സും.
ഓക്കെ ആണല്ലോ? അത്രയും ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകാനായിട്ട് പോകും. അതാണ് ഇമേജ് ഫോർമേഷൻ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞില്ലേ മിററുകൾ, അത് നമ്മൾ ആദ്യം പ്ലെയിൻ മിററിനെ പറ്റി പഠിച്ചു. പ്ലെയിൻ മിററിനകത്ത് ഒബ്ജക്റ്റ് എങ്ങനെയൊക്കെ വെച്ചാലും അല്ലെങ്കിൽ കണ്ണാടിയിൽ നിന്ന് എത്ര ദൂരെ വെച്ചാലും ഇമേജിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലേ? ഞാനിപ്പോൾ കണ്ണാടിയുടെ അടുത്ത് പോയി നിന്നാലും കുറച്ച് പുറകിലോട്ട് പോയി നിന്നാലും എന്താണ്, എന്നെ പോലെ ഒരാളെ തന്നെയായിരിക്കും കാണുന്നത്, ഞാൻ തലകുത്തനെ ഒന്നും കാണത്തില്ല. പക്ഷേ സ്പെറിക്കൽ മിറേഴ്സിലോട്ട് വരുമ്പോൾ അതല്ല കേസ്, അവിടെ മാറ്റങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുന്നത് എവിടെയാണ്? കോൺകേവ് മിററിൻ്റെ കേസിലാണ്. അതായത് ഒരു കോൺകേവ് മിററിൽ നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്ന പൊസിഷൻസ് മാറുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ഇമേജുകൾക്ക് എന്ത് വരുന്നുണ്ട്? നല്ല രീതിയിലുള്ള മാറ്റം വരുന്നുണ്ട്. സോ നമുക്ക് ആ കണ്ടീഷൻസ് എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റുള്ളൂ. വരയ്ക്കാനൊന്നും പഠിക്കേണ്ട, ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ ഒന്നാമത്തെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. ഒബ്ജക്റ്റ് എവിടെയാണ് വെച്ചേക്കുന്നത്? ഇൻഫിനിറ്റിയിലാണ്. സോ ഒരു കണ്ണാടിയുണ്ട്, ഇതതിൻ്റെ ഓള്, ഇതതിൻ്റെ ഫോക്കസ്, ഇതതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. നോക്കിയോ, ഈ ദൂരം ഉണ്ടല്ലോ, സെൻറ്റർ ഓഫ് കർവേച്ചറോട്ട് പോൾ വരെയുള്ള ദൂരം, ഈ ദൂരം ഇതിൻ്റെ പകുതിയായിരിക്കും എപ്പോഴും എന്ത്? ഇതാ ഈ ഒരു ദൂരം എന്ന് പറയുന്നത്. അതായത് ഈ ദൂരം എന്തുവാണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ദൂരം ഫോക്കൽ ലെങ്ത്. എപ്പോഴും ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയായിരിക്കും. നോട്ട് ചെയ്ത് വയ്ക്കണം. എപ്പോഴും എന്തായിരിക്കും? ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയായിരിക്കും. ഞാനിപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയായിരിക്കും. ശരി, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഫസ്റ്റ് കണ്ടീഷൻ, ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയിലാണ്. എവിടെയാണ് ഇരിക്കുന്നത്? ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്, അതായത് ഒരുപാട് ദൂരെ. സോ ഇവിടെ ഇൻഫിനിറ്റി എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് അളക്കാൻ പറ്റാത്ത അപ്പുറം ദൂരെ നിൽക്കുന്നതാണ് എന്ത്? ഇൻഫിനിറ്റി. സോ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നതെങ്കിൽ വരുന്ന റേസ് എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിന് പാരലായിരിക്കും. അത് വന്ന് മീറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും. ഇമേജ് ഉണ്ടാവുന്നത് എവിടെയായിരിക്കും? ഫോക്കസിൽ ആയിരിക്കും. അതായത് എന്ത്? ഒബ്ജക്റ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ഇരിക്കുമ്പോൾ റേസ് വരുന്നു, തട്ടുന്നു, എവിടെ ഇമേജ് ഫോം ചെയ്യുന്നു? ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്യുന്നു. എവിടെ ഫോം ചെയ്യുന്നു? ഫോക്കസിൽ ഇമേജ് ഫോം ചെയ്യുന്നു. ഉണ്ടാകുന്ന ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? റേസ് ആക്ച്വലി മീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് എപ്പോഴും തലകുത്തനെ ആയിരിക്കും കാണുന്നത്. എങ്ങനെയായിരിക്കും കാണുന്നത്? തലകുത്തനെ ആയിരിക്കും കാണുന്നത്. സംശയമുണ്ടോ? നിങ്ങൾ സ്പൂണില്ലേ വീട്ടിൽ, സ്പൂൺ എടുത്തിട്ട് സ്പൂണിൻ്റെ അകത്തോട്ടൊന്ന് നോക്കി, കാണുന്ന ഇമേജ് എന്തായിരിക്കും? തലകുത്തനെ ആയിരിക്കും. റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, അതെന്തായിരിക്കും? ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. എന്ത് ഇമേജ് ആയിരിക്കും? ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇതാണെന്ത്? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ഇരിക്കുമ്പോൾ കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ബിയോണ്ട് സി. എവിടെയാണ്? ഒബ്ജക്റ്റ് ബിയോണ്ട് സി. ബിയോണ്ട് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലോ കണ്ണാടി, ഇതാണല്ലോ പ്രിൻസിപ്പൽ ആക്സിസ്. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് പോള്, ഇത് ഫോക്കസ്, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഇപ്പുറത്തിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിയോണ്ട് സി എന്ന് പറയുന്നത്. അപ്പോൾ ബിയോണ്ട് സി ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ റേസ് എങ്ങനെയാണ് പോകുന്നത്? ഒന്ന് നേരെ പോവും, അത് ഇതുവഴി പോവും, ഫോക്കസിൽ കൂടെ പോവും. മറ്റൊന്ന് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോവും, എന്നിട്ട് അതേ പാത്തിൽ തന്നെ എന്ത് ചെയ്യും? തിരിച്ചു വരും. രണ്ടും കൂടെ മീറ്റ് ചെയ്തതാ ഇവിടെ. അപ്പോൾ ഇവിടെയാണ് എന്ത് ഫോം ചെയ്തത്? ഇമേജ് ഫോം ചെയ്തത്. ഇവിടെ ഒബ്ജക്റ്റ്, ഇവിടെ ഇമേജ്. ഇവിടെ ഒബ്ജക്റ്റ്, ഇവിടെ എന്താണ്? ഇമേജ് ഫോം ചെയ്യും. അപ്പോൾ നോക്കി, ഒബ്ജക്റ്റ് ഇമേജും കൂടി ഫോം ചെയ്തു. അപ്പോൾ ഒബ്ജക്റ്റ് കിട്ടി, ഇമേജ് എവിടെയാണ് കിട്ടിയത്? ഇമേജ് ഫോം ചെയ്തത് എവിടെയാണ്? ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിനും ഇടയിൽ എന്ത് കിട്ടി? ഇമേജ് കിട്ടി. റേസ് ആക്ച്വലി മീറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ഇമേജ്? റിയൽ ഇമേജ്. തലകുത്തനെയാണോ? അതെ. അപ്പോൾ എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ്. ഒബ്ജക്റ്റിനേക്കാളും വലുതാണോ ചെറുതാണോ? ചെറുത്. അപ്പോൾ എന്ത് പറയും? ഡിമിനിഷ്ഡ് ഇമേജ് എന്ന് പറയും. എന്ത് പറയും? ഡിമിനിഷ്ഡ് ഇമേജ് എന്ന് പറയും. ഒരുപാട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണിത്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നേരെ അടുത്തതിലോട്ട് പോകും. അടുത്ത കണ്ടീഷൻ, ഒബ്ജക്റ്റ് അറ്റ് സി. ഒബ്ജക്റ്റ് അറ്റ് സി. മിററ്, പ്രിൻസിപ്പൽ ആക്സിസ്, പോള്, ഫോക്കസ്, സെൻറ്റർ ഓഫ് കർവേച്ചർ, അവിടെ തന്നെ ആരിയ്ക്കുകയാണ്? ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. എന്ത് പറ്റും? റേസ് നേരെ പോകുന്നു, ഫോക്കസിൽ കൂടെ പോകുന്നു, നേരെ പോകുന്നു, രണ്ടും കൂടെ പോകുന്നു. ഇത് കറക്റ്റ് റേഷ്യോ നിങ്ങൾ വരച്ചാൽ, കറക്റ്റ് അളന്നെടുത്ത് വരച്ചാൽ കറക്റ്റ് ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. സോ ഇമേജ് എവിടെ കിട്ടി? ഇമേജ് അറ്റ് സി
സി. ഇമേജ് എവിടെ കിട്ടി? സിയിൽ കിട്ടി. റൈസ് മീറ്റ് ചെയ്തു. എന്ത് ഇമേജ്? റിയൽ ഇമേജ്. നേരെയാണോ തലകുത്തനെയാണോ? തലകുത്തനെ. സോ എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ്. ഒബ്ജക്റ്റിന്റെ അതേ സൈസിലാണ് ഇമേജ് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം? സെയിം സൈസ് എന്ന് പറയാം. ഇതൊക്കെ നോട്ട് ചെയ്ത് പൊക്കോളണം. എന്താണ് സെയിം സൈസ് എന്ന് പറയാം. കണ്ടീഷൻ കിട്ടി. നെക്സ്റ്റ്, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുകയാണ്? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിക്കും എഫിനും ഇടയിലാണ് നമ്മൾ എന്ത് വെച്ചേക്കുന്നത്? ഒബ്ജക്റ്റ് വച്ചേക്കുന്നത്. സിക്കും എഫിനും ഇടയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് എങ്കിൽ ഒരു റേ പോകുന്നു, നേരെ പോകുന്നു, പ്രിൻസിപ്പൽ ആക്സിസ് നേരെ. മറ്റൊരു റേ പോകുന്നു, നേരെ പോകുന്നു. ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യും, സി കഴിഞ്ഞ് മീറ്റ് ചെയ്യും. ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യും, സി കഴിഞ്ഞ് മീറ്റ് ചെയ്യും. സോ ഇമേജ് എവിടെ ഫോം ചെയ്തു? ഇമേജ് ഇവിടെ ഫോം ചെയ്തു. സി കഴിഞ്ഞ് നമ്മൾ എന്ത് പറയും? ബിയോണ്ട് സി. എന്തുവാണ്? ബിയോണ്ട് സി എന്ത് ചെയ്തു? ഇമേജ് ഫോം ചെയ്തു. എന്ത് ടൈപ്പ് ഇമേജ് ആണ്? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. റിയൽ ഇൻവേർട്ടഡ് അതുപോലെ എന്താണ്? വലുത്. അപ്പോൾ എന്താണ്? എൻലാർജ്ഡ്. ഇത് പറയാം, എൻലാർജ്ഡ് ഇമേജ് ഫോം ചെയ്തു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റിലോട്ട് പോകാമല്ലോ. ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് വരുന്നത് എന്താണ്? അറ്റ് എഫ്. എന്തുവാണ്? അറ്റ് എഫ്. എഫിൽ വെച്ചു. എന്താണ് എഫ്? എഫ് ആണ് ഫോക്കസ്. എന്താണ്? ഫോക്കസ് നമ്മൾ ആരെ കൊണ്ടുവച്ചു? ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ചാൽ നേരെ പോകുന്നു, ഫോക്കസിൽ കൂടി പോകും. ഇവിടെ പോയി തട്ടുന്നു, അതേ ആംഗിൾ തിരിച്ചു വരുന്നു. രണ്ടും പരസ്പരം മീറ്റ് ചെയ്യാതെ പോകുന്നു. എന്താണ്? പാരലൽ റേസ് ആയിട്ട് പോകുന്നു. ഇതെവിടെ പോയി മീറ്റ് ചെയ്യും? ഇവിടെ ഒന്നും മീറ്റ് ചെയ്യില്ല, ദൂരെ എവിടെയെങ്കിലും പോയി മീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പറയും ഇമേജ് എവിടെ ഫോം ചെയ്തു? ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ഏതോ വിദൂരതയിൽ പോയി മീറ്റ് ചെയ്തു. അതായത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി വെച്ച ഇമേജ് ഫോക്കസിൽ, ഒബ്ജക്റ്റ് ഫോക്കസിൽ വെച്ച ഇമേജ് എവിടെ വരും? ഇൻഫിനിറ്റിയിൽ വരും. എന്ത് ഇമേജ്? റിയൽ തന്നെ. എന്ത് ഇമേജ്? റിയൽ തന്നെ. എന്ത് ഇമേജ്? ഇൻവേർട്ടഡ് തന്നെ. എന്ത് ഇമേജ്? ഇൻവേർട്ടഡ് തന്നെ. മാഗ്നിഫിക്കേഷൻ വലുതായിരിക്കും, ഒരുപാട് വലിയ ഇമേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഹൈലി എൻലാർജ്ഡ് എന്ന് പറയും. ഓക്കെ ആണോ? ഒന്നുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കേട്ടിരുന്നു. ഇതൊന്ന് ജസ്റ്റ് വരച്ചു വെച്ചു. ലാസ്റ്റ് കണ്ടീഷൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. നോക്കി വെച്ചോ, പരീക്ഷയ്ക്ക് ഇവിടുന്ന ചോദ്യം വരുന്നത്. എന്തുകൊണ്ട് കണ്ടീഷൻ? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. സോ കണ്ണാടി, പ്രിൻസിപ്പൽ ആക്സിസ്, ഇവിടെ വരയ്ക്കുന്നത് പോള്, ഇവിടെ ഉള്ളത് ഫോക്കസ്, ഇവിടെ ഉള്ളത് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? എഫിനും പിക്കും ഇടയിൽ ഒബ്ജക്റ്റിനെ വയ്ക്കുക. ഒരു റേ ഓഫ് ലൈറ്റ് വന്നു, നേരെ പോകുന്നു, ഫോക്കസിൽ കൂടെ. രണ്ടാമത്തെ റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്തു? നമുക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് വന്നു എന്ന് വിചാരിക്കുക. അത് അതേ പാത്രം എന്ത് ചെയ്യും? തിരിച്ചു പോകും. അപ്പോൾ എന്ത് പറ്റും? ഡൈവേർജിങ് അല്ലേ? ദൂരെയാണ്, കണ്ടോ? ഡൈവേർജ് ചെയ്ത് പോകണം. ഒരു കാരണവശാലും മീറ്റ് ചെയ്യില്ല. ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു ഡൈവേർജ് ചെയ്താണ് പോകുന്നതെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ല? ഒറിജിനലായിട്ട് മീറ്റ് ചെയ്യൂല. നമ്മളെ കണ്ണിന് തോന്നും അത് മീറ്റ് ചെയ്യുന്നതായിട്ട്. എവിടെ? കണ്ണാടിക്ക് അകത്ത്. അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെർച്വൽ ഇമേജ്. എന്ത് ഇമേജ്? വെർച്വൽ ഇമേജ്. സോ ഇമേജ് എവിടെ ഫോം ചെയ്തു? ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത്? ഇമേജ് ഫോം ചെയ്തത് കണ്ണാടിക്ക് പുറകിൽ. ഇമേജ് എവിടെയാണ് ഫോം ചെയ്തത്? ഇതൊന്നും നിങ്ങൾ എഴുതി കാണുമല്ലോ അല്ലേ? മായ്ക്കുകയാണ്. ഇമേജ് എവിടെ ഫോം ചെയ്തു? ഇമേജ് ഫോം ചെയ്തത് എവിടെ ഫോം ചെയ്തു? ബിഹൈൻഡ് ദ മിറർ. എന്താണ്? ബിഹൈൻഡ് ദ മിറർ ഇമേജ് ഫോം ചെയ്തു. വെർച്വൽ ഇമേജ് ആണ്. അതെപ്പോഴും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ശ്രദ്ധിച്ചേ, ഇവിടെ എല്ലായിടത്തും ഇമേജ് എങ്ങനെയാണ്? തലകുത്തനെ അല്ലേ? തലകുത്തനെ. ഇവിടെയും ദൂരെ എവിടെയോ പോയിട്ട് എങ്ങനെയായിരുന്നു? തലകുത്തനെ തന്നെ ഫോം ചെയ്തു. പക്ഷെ ഇവിടെ മാത്രം എന്ത് ചെയ്തു? ഇമേജ് നേരെ ഫോം ചെയ്തു. അതാണ് ഇറക്റ്റ്. ഒബ്ജക്റ്റിനേക്കാളും വലുത് എൻലാർജ്ഡ്. ഇപ്പോൾ കേൾക്കുമ്പോൾ ബോറടിക്കുമെങ്കിലും എഴുതി വെച്ചോ, ഈ സംഭവം എന്താണ് നമുക്ക് യൂസസ് പഠിക്കുമ്പോൾ പ്രത്യേകം ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറ്റുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നു? മാറുന്നു. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലായപ്പോൾ ഫോക്കസിൽ, ബിയോണ്ട് സി ആയപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അറ്റ് സി ആയപ്പോൾ അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആയപ്പോൾ ബിയോണ്ട് സി. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, എഫ് സി
ദൂരെ ഇൻഫിനിറ്റി കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഫോം ചെയ്തു ഫോക്കസിൽ. ബിയോണ്ട് സി കൊണ്ടുവച്ചപ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അറ്റ് സി കൊണ്ടുവച്ചപ്പോൾ അറ്റ് സി. സി ആൻഡ് എഫിനിടെ കൊണ്ടുവച്ചപ്പോൾ ബിയോണ്ട് സി. അറ്റ് എഫിൽ കൊണ്ടുവച്ചപ്പോൾ അറ്റ് ഇൻഫിനിറ്റി. അടുത്ത് ബിറ്റ്വീൻ എഫ് ആൻഡ് ബി കൊണ്ടുവച്ചപ്പോൾ ഇവിടെ പറ്റി കണ്ണാടിയുടെ പുറകിൽ ഇമേജ് ഫോം ചെയ്തു. ഒബ്ജക്റ്റ് അടുത്ത് വരും തോറും ഇമേജ് ദൂരെ 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 പിന്നെ കിട്ടാതാവുമ്പോൾ നമുക്ക് കണ്ണാടിക്ക് പുറകിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യും തോന്നും. അപ്പോൾ ഇതാണ് എന്ത് കോൺകേവിനകത്തുള്ള ഇമേജ് ഫോർമേഷൻ. ഇവിടെ ഒരൊറ്റ കേസിൽ മാത്രമേ നമുക്കിവിടെ എന്ത് കിട്ടുന്നുള്ളൂ, വെർച്വൽ ഇമേജ് കിട്ടുന്നുള്ളൂ. ഇവിടെ മാത്രം ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഈ കണ്ടീഷൻ മറക്കാതെ ഓർത്ത് വെച്ചോ. ഇവിടെ നിന്നുള്ള ചോദ്യം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്തലോട്ട് പോവാം. സോ നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ഇമേജ് ഫോർമേഷൻ ഇൻ കോൺവെക്സ് മിറർ. ഇപ്പോൾ കോൺവെക്സ് മിററിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കോൺകേവിൽ പഠിച്ച പോലത്തെ അത്രയും കണ്ടീഷൻസ് ഒന്നുമില്ല. നമ്മളതിൽ ആകെ രണ്ടേ കണ്ടീഷൻ പഠിച്ചാണ്. സോ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്, ഇൻഫിനിറ്റിയിലാണ്. സോ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റി ഇരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന റേസ് എല്ലാം എന്തായിരിക്കും, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിരിക്കും. അപ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്ത് പോകും. അത് ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന പോയിന്റാണ് ഫോക്കസ്. കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചു. ഇനി എത്ര റേസ് വന്നാലും അത് വരുന്നത് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണെങ്കിൽ അവിടെ എല്ലാം എന്ത് ചെയ്യും, അത് ഡൈവേർജ് ചെയ്ത് പോകും, ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വന്ന് മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഫോക്കസിലാണ്. അപ്പോൾ ഇവിടുത്തെ കേസിലും ഇമേജ് എവിടെ ഫോം ചെയ്തു, ഇമേജ് അറ്റ് എവിടെ, ഫോക്കസ്. പക്ഷേ ബിഹൈൻഡ് ദ മിറർ എന്തുവാണ്, ബിഹൈൻഡ് ദ മിറർ അറ്റ് ഫോക്കസ് ഫോം ചെയ്യും. പറ, റിയൽ ആണോ വെർച്വൽ ആണോ? ഏതാണത്? ഇത് വെർച്വൽ ആണ്. എന്തുവാണ്, വെർച്വൽ ആണ്. കാരണം അപ്പിയേഴ്സ് ടു ബി മീറ്റിംഗ്. വെർച്വൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. ഇവിടുത്തെ കണ്ടീഷനിൽ അതെന്താണ്, ഡിമിനിഷ്ഡ് ആണ്. ചെറുതല്ലേ, കുഞ്ഞ് ഡിമിനിഷ്ഡ്. ഓക്കെ, അപ്പോൾ ഫോംഡ് അറ്റ് ദ ഫോക്കസ്, എക്സ്ട്രീംലി ഡിമിനിഷ്ഡ്, വെർച്വൽ ആൻഡ് ഇറക്റ്റ്. അങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ പറ്റുന്നത്, ഫസ്റ്റ് പോയിന്റ് അറ്റ് ഇൻഫിനിറ്റി. മറ്റിടത്ത് പോലെ ഇവിടെ നമുക്ക് എന്തില്ല, ബിയോണ്ട് സി, അറ്റ് സി, ബിറ്റ്വീൻ സി ആൻഡ് എഫ്, അതൊന്നുമില്ല. നേരെ എന്താണ് പറയേണ്ടത്, അറ്റ് എനി പോയിന്റ് അതർ ദാൻ ഇൻഫിനിറ്റി. എന്ത് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ പി ആൻഡ് എഫ്. ഓക്കെ, പി ആൻഡ് എഫ് ഇവിടെ നോക്കണ്ട, ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എന്ത് ചെയ്താൽ മതി, ആ ഹെഡിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, നോക്കിയേ, ഒബ്ജക്റ്റ് അറ്റ് എനി പോയിന്റ്, ഒബ്ജക്റ്റ് അറ്റ് എനി പോയിന്റ് other than infinity. Object at any point other than infinity. അതായത് ഈ പറയുന്ന കണ്ണാടിക്ക് മുന്നിൽ ഇൻഫിനിറ്റി അല്ലാത്ത ഏതൊരു പോയിന്റ് ഒബ്ജക്റ്റ് വെച്ചാൽ എന്ത് സംഭവിക്കും, ദേ ഇരിക്കുന്നു ഒബ്ജക്റ്റ്. ഒരു റേ വരുന്നു, പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഡൈവേർജസ്, ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫോക്കസിലോട്ട്. അടുത്ത റേ എന്ത് ചെയ്യുന്നു, സെന്റർ ഓഫ് കർവേച്ചറിന് നേരെ വരുന്നു. ആർക്ക് നേരെ വരുന്നു, സെന്റർ ഓഫ് കർവേച്ചറിന് നേരെ വരുന്നു. വന്നാൽ എന്ത് ചെയ്യും, അതേ പാത്തിൽ തന്നെ എന്ത് ചെയ്യും, അത് തിരിച്ചു പോകും. ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് സെന്റർ ഓഫ് കർവേച്ചറിന് നേരെ വരുന്ന റേ അതേ പാത്തിൽ തിരിച്ചു പോകുന്നത്? ഒരു റേ വരുന്ന സെന്റർ ഓഫ് കർവേച്ചറിന് നേരെയാണെങ്കിൽ അത് ആ പറയുന്ന സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിൽ കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാൽ അതേ പാത്തിൽ തന്നെ തിരിച്ചു പോകും. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു സർക്കിളിൻ്റെ സെൻറ്ററാണ് അല്ലേ. സർക്കിളിൻ്റെ സെൻറ്റർ നേരെ വരുന്ന റേസ് എപ്പോഴും ഈ പറയുന്ന ടാൻജൻറ്റിന്, ഇവിടെ വരയ്ക്കുന്ന ലൈനാണ് ടാൻജൻറ്റിന് എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും, രണ്ട് റേസും ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇവിടെ ആയിട്ട് ഇമേജിനെ കിട്ടും. അപ്പോൾ ഇമേജ് എവിടെ കിട്ടി, ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്. ഇവിടെ വന്ന് കിട്ടി, ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ് നമുക്ക് ഇമേജ് കിട്ടി. ഇമേജ് നേരെ ഇരിക്കുന്ന ഇമേജ് ആയതുകൊണ്ട് ഇറക്റ്റ്, അത് ഒബ്ജക്റ്റിനെക്കാളും ചെറുതായതുകൊണ്ട് ഡിമിനിഷ്ഡ്, വെർച്വൽ ആയത് എന്താണെന്ന് ഞാനിനി പറഞ്ഞു തരൂല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് എന്താണ് ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇമേജ് ഫോർമേഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. എന്തുവാണ്, ഫസ്റ്റ് മിറർ. എന്താണ് മിറർ എന്ന് പഠിച്ചു. ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. മിറർ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്ലെയിൻ സ്ഫെറിക്കൽ. ആ പറയുന്ന ഒബ്ജക്റ്റ്, ആ ഇമേജ് എന്താണ്, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് റിയൽ ഇമേജും ഉണ്ട്, വെർച്വൽ ഇമേജും ഉണ്ട്.
ആക്ച്വലി മീറ്റ് ചെയ്ത റിയൽ, ഇതുപോലെ ഡോട്ടഡ് ലൈൻ വെച്ച് മീറ്റ് ചെയ്തത് വെർച്വൽ. ഫസ്റ്റ് പ്ലെയിൻ മിറർ റിഫ്ലക്റ്റിംഗ് സർഫസസ് സെയിം ആയിരിക്കും. ഇമേജ് ഉണ്ടാകും, ഇമേജിൻ്റെ പ്രോപ്പർട്ടീസാണ് ഓർക്കേണ്ടത് അല്ലേ. ഡോട്ടഡ് ലൈൻ വെച്ച് ചേരുന്നതുകൊണ്ട് വെർച്വൽ. അതുപോലെ എന്താണ്, ലാറ്ററൽ ഇൻവേർഷൻ കാണിക്കുക, ഇടത് വലതും വലത് ഇടതുമായിട്ട് മാറും. ഇറക്റ്റാണ്, എപ്പോഴും മാഗ്നിഫിക്കേഷൻ ഒന്നായിരിക്കും. സ്ഫെറിക്കൽ മിറേഴ്സ് കോൺകേവും കോൺവെക്സും. കോൺകേവ് അകത്തോട്ട്, കോൺവെക്സ് പുറത്തോട്ട്. പ്രധാനപ്പെട്ട ടേംസ് ഒന്ന് നോക്കി വയ്ക്കുക. പ്രിൻസിപ്പൽ ഫോക്കസ് നോക്കി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് എന്താണ്, ഈ പറയുന്ന ഈ ക്യാരക്ടറിസ്റ്റിക്സ് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റിയൽ ഫോക്കസ് ഉള്ള മിറർ ഏത്, വെർച്വൽ ഫോക്കസ് ഉള്ള മിറർ ഏത്? സിമ്പിൾ ചോദ്യങ്ങളാണ് ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇമേജ് ഫോർമേഷൻ, കോൺകേവ് മിററിൽ വെർച്വൽ ഇമേജ് ഉണ്ടാകുന്ന ഒരേ ഒരു കണ്ടീഷൻ ഏത്? വെൻ ദ ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി. ഇതൊക്കെ ചോദ്യം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്, മറക്കരുത്. കോൺവെക്സിൻ്റെ ഇമേജ് ഫോർമേഷൻ. സോ ഇത്രയും പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അറിയാലോ, ക്ലാസ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നോട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടായിട്ട് കാണാം.